ഞാനിപ്പോൾ നിൽക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ആൻഡിജാൻ എന്ന സിറ്റിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ആൻഡിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്രണ്ടിലായിട്ടാണ്. ഇതൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. 1955 സ്ഥാപിതമായിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റിയുടെ സെൻട്രൽ പോർഷനിലായിട്ട് മെയിൻ ഹൈവേയുടെ സൈഡിലായിട്ടാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലൂടെ നല്ല ഭംഗിയായിട്ട് ഒരു പുഴയൊക്കെ ഒഴുകി പോകുന്നുണ്ട്. നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ എടുക്കുകയാണ് എങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് 7 ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. അതിൽ പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ആൻഡിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൽ ഞാൻ നിൽക്കുന്നത് ഇവരുടെ മെയിൻ അക്കാഡമി ബ്ലോക്കിന്റെ ഫ്രണ്ടിലായിട്ടാണ്. ഇത് കൂടാണ്ട് ഇവർക്ക് ഇനിയൊരു അക്കാഡമി ബ്ലോക്ക് കൂടെ ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവരുടെ 2 അക്കാഡമി ബ്ലോക്സ് കാണുന്നുണ്ട്. അത് കൂടാണ്ട് ഇവരുടെ ഹോസ്റ്റല്, മെസ്, അങ്ങനെയുള്ള ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോവാണ്. നമ്മൾ ഇന്ന് വന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ടീച്ചേഴ്സ് ഡേ ആണ്. അത് കാരണം ഇന്ന് കോളേജസ് ഒക്കെ ലീവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ ഒന്നും കാണല് പോസിബിൾ അല്ല. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോളേജിന്റെ ഉള്ളിൽ പോയിട്ട് കോളേജും അതുപോലെ തന്നെ ഹോസ്റ്റലും ഹോസ്റ്റൽ റൂംസ്, മെസ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് കാണാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിന്റെ ക്യാമ്പസ് വരുന്നത്. ആൻഡിജാനിൽ ഹോസ്റ്റലിന്റെ ക്യാമ്പസ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ആദ്യം കണ്ട മെയിൻ അക്കാഡമി ബ്ലോക്കിൽ നിന്ന് നമ്മുടെ ഹോസ്റ്റൽ ക്യാമ്പസിലോട്ട് അറൌണ്ട് ഒരു 5 to 6 കിലോമീറ്റേഴ്സിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ഇതാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, അതായത് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ വരുന്നത്. ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി ഇവിടെ സെപ്പറേറ്റ് ഹോസ്റ്റൽ അവൈലബിൾ ആണ്. ഉസ്ബെക്കിസ്ഥാനിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ആൻഡിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ സെയിം ഹോസ്റ്റലിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്റ്റേ ചെയ്യുന്നത്. ഫ്രണ്ടിലായിട്ട് അവർ CCTV ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫ്ലോറിലും CCTV ഇൻസ്റ്റാൾ ചെയ്തതിന്റെ ആ ഒരു വിഷ്വൽസ് ഒക്കെ ഫ്രണ്ടിലായിട്ട് സെക്യൂരിറ്റിക്ക് കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഹോസ്റ്റലിന്റെ വ്യൂ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലോബിയാണ്. മെസ്സ് കൂടാണ്ട് സ്റ്റുഡൻസിന് സ്വന്തമായിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ഇത്തരത്തിലുള്ള കിച്ചൺസ് നമുക്ക് ഈ ഹോസ്റ്റലിൽ അവൈലബിൾ ആണ്. സോ മെസ്സ് എടുക്കുന്ന സ്റ്റുഡൻസ് ആയാലും അവർക്ക് വേറെ എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഈ കിച്ചണിൽ നിന്ന് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള നോർമൽ കോളേജസ് എടുക്കുന്ന സമയത്ത് മാക്സിമം എല്ലാ കോളേജസിലും സ്റ്റുഡൻസിന് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് കൂടെ അവർ ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ബിക്കോസ് സ്റ്റുഡൻസിന് ഇപ്പോൾ ആ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ പോലും അവർക്കത് ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഒരു ഹോസ്റ്റലിന്റെ ഉൾവശം വരുന്നത്. സെൻട്രലിലൂടെ നമുക്കൊരു പാത്വേ ഉണ്ട്. ദെൻ 2 സൈഡിലായിട്ടാണ് നമുക്കിവിടെ റൂംസ് വരുന്നത്. ഈ ഒരു ഹോസ്റ്റലിൽ നമുക്ക് 2 ഷെയറിംഗ് റൂംസ് അവൈലബിൾ ആണ്, 4 ഷെയറിംഗ് റൂംസ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് പിന്നെ 6 സീറ്ററുള്ള ഡോർമെറ്ററീസും അവൈലബിൾ ആണ്. ഇത് ഡ്രസ്സ് അലക്കി ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈയിങ് ഏരിയ ആണ്. വാഷിംഗ് മെഷീൻസ് ഉണ്ട്. സ്റ്റുഡൻസിന് വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം ഡ്രസ്സ് അലക്കിയിട്ട് അവിടെ നിന്ന് തന്നെ ഉണക്കി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കറന്റ്ലി നമ്മളുള്ളത് ഒരു 6 സീറ്റർ റൂമിലകത്താണ്. ഇവിടെ നമുക്ക് 2 തട്ടായിട്ടുള്ള ബെഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ബെഡ്സിലും അവർ പില്ലോയും അത് കൂടാണ്ട് മെത്തയൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ സ്റ്റുഡൻസിന്റെ മെറ്റീരിയൽസ് ഒക്കെ വയ്ക്കാനായിട്ടുള്ള കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് കൂടാണ്ട് നമുക്ക് 4 ഷെയറിംഗ് റൂംസും 2 ഷെയറിംഗ് റൂംസും അവൈലബിൾ ആണ്. ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ദെൻ സ്റ്റുഡൻസിന് ഇരിക്കാൻ വേണ്ടി ഒരു ചെയർ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ റൂമിലും ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് തണുപ്പ് കാലങ്ങളിൽ ഹീറ്റർ ഇല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഒരിക്കലും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇതാണ് നമ്മുടെ ഒരു 4 ഷെയറിംഗ് റൂംസ് വരുന്നത്. 4 ഷെയറിംഗ് റൂംസിൽ നമുക്ക് 2 തട്ടായിട്ടുള്ള ബെഡല്ലേ ഉള്ളത്. നോർമൽ ആയിട്ടുള്ള നാട്ടിലേക്ക് കാണുന്ന പോലുള്ള സിംഗിൾ ബെഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അവിടെയും എന്താണ് ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ദെൻ സ്റ്റുഡന്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിളും ഒരു ചെയറും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സിന്റെ ഏരിയയിലോട്ടാണ്. മെസ് ഇരിക്കുന്നത് നമ്മുടെ ഡൗൺ സ്റ്റേഴ്സിലാണ്. ഹോസ്റ്റലിന്റെ താഴെയായിട്ടാണ് മെസ് വരുന്നത്. ഈ ഒരു കാണുന്നതാണ് നമ്മുടെ മെസ് ഹോള്. നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നതിനകത്താണ് നമ്മുടെ ഫുഡൊക്കെ അവർ സെർവ് ചെയ്ത് വെക്കുന്നത്. ഇന്ന് നമ്മൾ വന്നതിന് ശേഷം ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. റൈസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ദെൻ എക്കറി ഉണ്ടായിരുന്നു, ദെൻ പരിപ്പ് കൊണ്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു. മെസ്സേരിയുടെ ഉള്ളിലായിട്ട് സ്റ്റുഡൻസിന് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീസർ കൂടെ വെച്ചിട്ടുണ്ട്. സോ സ്റ്റുഡൻസിന് അവർക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കാശ് കൊടുത്ത് ആ സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിച്ച് കുടിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി കൂടെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൽ ഇരിക്കുന്ന ഒരു ക്യാമ്പസ്. നമ്മുടെ മെയിൻ ക്യാമ്പസും അത് കൂടാണ്ട് ഇവർക്ക് വേറൊരു ക്യാമ്പസ് കൂടെ അവൈലബിൾ ആണ്. ടോട്ടലി 2 അക്കാഡമി ബ്ലോക്സ് ആണുള്ളത്. മെയിൻ ക്യാമ്പസുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 5 to 6 കിലോമീറ്റേഴ്സിന്റെ ഡിഫറൻസും ദെൻ സെക്കൻഡ് അക്കാഡമി ബ്ലോക്കുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലുമാണ് നമ്മുടെ ഈ ഒരു ഹോസ്റ്റൽ ക്യാമ്പസ് ഇരിക്കുന്നത്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് എല്ലാം വരുന്നത് നമ്മുടെ ഈ ഒരു ഹോസ്റ്റൽ ക്യാമ്പസിന്റെ ഉള്ളിലാണ്. നമ്മൾ ഈ നേരിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടർഫാണ്. ഇത് കൂടാണ്ട് സ്റ്റുഡൻസിന് ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഈ ഒരു ഹോസ്റ്റൽ ക്യാമ്പസിനുള്ളിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു ഹോസ്റ്റൽ ക്യാമ്പസിനുള്ളിൽ ഓൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അത് കൂടാണ്ട് ലോക്കൽ സ്റ്റുഡൻസും
അതായത് പല പല രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽസ് എല്ലാം വരുന്നത് ഈ ഒരു സിംഗിൾ ക്യാമ്പസിന്റെ ഉള്ളിലായിട്ടാണ്. നമ്മളിനി പോകാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇവരുടെ ഒരു സെക്കൻഡ് അക്കാഡമി ബ്ലോക്ക് ഉണ്ട്. സെക്കൻഡ് അക്കാഡമി ബ്ലോക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, അറൌണ്ട് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് വാക്ക് ചെയ്ത് എത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു സെക്കൻഡ് അക്കാഡമി ബ്ലോക്ക് ഉള്ളത്. സോ നമ്മൾ നേരെ ഇനി സെക്കൻഡ് അക്കാഡമി ബ്ലോക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം കണ്ട മെയിൻ അക്കാഡമി ബ്ലോക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കണ്ട മെയിൻ അക്കാഡമി ബ്ലോക്കിലാണ്. ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ നോർമലി ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് മരങ്ങളുടെ കീഴിലൊക്കെ ഇങ്ങനെ വെള്ള പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് അവർ നിർത്തുന്നുണ്ടാവും. അത് നമ്മളിപ്പോ ഏത് ക്യാമ്പസുകൾ എടുത്താലും അല്ലെങ്കിൽ നമ്മൾ നോർമലി പുറത്തു പോയാൽ പോലും അത് വളരെ നന്നായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഹോസ്റ്റൽ ക്യാമ്പസ് ഇരിക്കുന്നതും മെയിൻ റോഡിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഹോസ്റ്റൽ ക്യാമ്പസ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്റ്റുഡൻസിന് കോളേജിലോട്ട് പോകുന്ന സമയത്ത് ടാക്സി എടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ മെയിൻലി യൂസ് ചെയ്യുന്നത് യാൻഡെക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ നാട്ടിലുള്ള ഊബർ പോലെയാണ് യാൻഡെക്സ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് അക്കാഡമി ബ്ലോക്ക് വരുന്നത്. ഈ ഒരു അക്കാഡമി ബ്ലോക്കിലാണ് മെയിൻ ആയിട്ട് തിയറി ക്ലാസ്സസ് ഒക്കെ നടക്കുന്നത്. ഈ ഒരു അക്കാഡമി ബ്ലോക്കും സിറ്റുവേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ റോഡ് ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു അക്കാഡമി ബ്ലോക്കും സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഇവിടുത്തെ ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ നേരിട്ട് കാണൽ പോസിബിൾ ആയിരുന്നില്ല. അവർ കാര്യം അറിയാണ്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. ബിക്കോസ് ആൻഡിജാൻ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഫർഗാനയ്ക്ക് നിയറസ്റ്റ് ആയിട്ടാണ്. ഇന്നലെ ഞാൻ ഫർഗാനയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഇന്ന് ഇങ്ങോട്ടുള്ള ഒരു ജേണി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സെക്കൻഡ് അക്കാഡമി ബ്ലോക്കിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. നമ്മളങ്ങനെ വീണ്ടും നമ്മൾ ആദ്യം തുടങ്ങിയ മെയിൻ അക്കാഡമി ബ്ലോക്കിന്റെ ഫ്രണ്ടിലായിട്ടാണുള്ളത്. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് ഇവിടെ കോളേജ് ലീവ് ആണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ട് നമ്മുടെ സെക്യൂരിറ്റി ആദ്യം ഉള്ളിലോട്ട് കയറ്റി വിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന്, നമ്മളിവിടെ അഡ്മിഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവർ എഗ്രി ചെയ്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കോളേജിന്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇതാണ് നമ്മുടെ കോളേജിന്റെ ഉൾവശം. ഇവിടെയും എന്താണ് നമ്മൾ ഹോസ്റ്റലൊക്കെ കണ്ടതുപോലെ ഒരുപാട് മരങ്ങളൊക്കെ ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആൻഡിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആൻഡിജാൻ എന്ന് പറയുന്ന സിറ്റിയിലാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ, അതായത് ട്രാവൽ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഷ്കന്റ് വന്നതിന് ശേഷം ഒന്നുകിൽ നമ്മൾ ബൈ റോഡ് നമുക്ക് ആൻഡിജാനിലോട്ട് വരാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് 2 എയർപോർട്ട് അവൈലബിൾ ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമൻഖാൻ എന്ന് പറയുന്ന എയർപോർട്ടാണ്, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫർഗാന എന്ന് പറയുന്ന എയർപോർട്ടാണ്. നമുക്ക് ഫർഗാന എയർപോർട്ട് ആയാലും നമൻഖാൻ എയർപോർട്ട് ആയാലും അറൌണ്ട് ഒരു 85 to 90 കിലോമീറ്റേഴ്സിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ആൻഡിജാനിലോട്ട് ഉള്ളത്. കറന്റിൽ ഇന്ത്യയിൽ നിന്ന് MBBS പഠിക്കാനായിട്ട് എബ്രോഡ് പോകുന്ന പല സ്റ്റുഡൻസും എന്നോട് ചോദിക്കുന്ന വലിയൊരു ഡൗട്ടാണ് ഉസ്ബെക്കിസ്ഥാനിലെ MBBS പ്രോഗ്രാം ഇന്ത്യയിൽ വാലിഡ് ആണോ എന്നുള്ള ഒരു കാര്യം. അതുകൂടാണ്ട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് ചില പ്രിഫേർഡ് കോളേജസിന്റെ പ്രോഗ്രാം വാലിഡ് ആണോ എന്ന് കൂടെ ചോദിക്കാറുണ്ട്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന് ആ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ബിക്കോസ് കറന്റിലി എന്ത് ചെയ്തിട്ടുണ്ട്, ഉസ്ബെക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അതിൽ വളരെ ക്ലിയർലി പറയുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ 6 years പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ എല്ലാ നോംസും മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഇതാണ് നമ്മുടെ അക്കാഡമി ബ്ലോക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അക്കാഡമി ബ്ലോക്ക് വരുന്നത്. ഈ ഒരു ബ്ലോക്കിൽ വെച്ചിട്ടാണ് സ്റ്റുഡൻസിന്റെ മേജർ ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നടക്കാറുള്ളത്. ഇത് കൂടാണ്ട് സ്റ്റുഡൻസിന്റെ ക്ലിനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റൽസിലായിരിക്കും. അതിപ്പോ നമ്മൾ ഏത് കോളേജസ് എടുത്താലും ഓൺലി തിയറി ക്ലാസ്സസ് മാത്രമായിരിക്കും നമുക്ക് അവരുടെ അക്കാഡമി ബ്ലോക്കിൽ വെച്ച് നടക്കുന്നത്. അത് കൂടാണ്ട് ക്ലിനിക്കൽ ക്ലാസ്സസ് നടക്കുന്നത് അവരുടെ ഹോസ്പിറ്റൽ ക്യാമ്പസിൽ വെച്ചിട്ടായിരിക്കും നോർമലി ഉണ്ടാവുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ കോഴ്സിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 6 വർഷമാണ്. ഈ ഒരു 6 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് ആണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി ഇന്ത്യൻ എംബസി തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നോർമലി എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന വലിയൊരു കൺഫ്യൂഷൻ ആണ് നോർമലി നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് പഠിക്കാനായിട്ട് ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നുള്ള കാര്യം. ഉസ്ബെക്കിസ്ഥാനിലുള്ള കോളേജസ് എടുക്കുന്ന സമയത്ത് അവരുടെ ഒരു ട്യൂഷൻ ഫീസ് വരുന്നത് ഏകദേശം ഒരു $3,500 റേഞ്ചിലാണ് എല്ലാ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുടെയും ട്യൂഷൻ ഫീസ് വരുന്നത്. അതായത് ഏകദേശം ട്യൂഷൻ ഫീസ് മാത്രം ഒരു 17 ലക്ഷം രൂപയോളം നമുക്ക് ട്യൂഷൻ ഫീസ് വരും. ഇതിന്റെ കൂടാണ്ട് നമ്മുടെ ലിവിംഗ് കോസ്റ്റ്, ദെൻ ഇയർലിയുള്ള വിസ എക്സ്റ്റൻഷൻ, രജിസ്ട്രേഷൻ, ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഉസ്ബെക്കിസ്ഥാനിലും അത് കൂടാണ്ട് ആൻഡിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്, ദെൻ അവിടുത്തെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് എത്രയാണ് വരുന്നത്, ട്യൂഷൻ ഫീസ് കൂടാണ്ട് ലിവിംഗ് കോസ്റ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയർലിയുള്ള വിസ എക്സ്റ്റൻഷൻ അടക്കമുള്ള കോസ്റ്റസ് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും.
അപ്പൊ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.